ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് ഞാനൊരു മീനച്ചാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വരുന്നത്. നേരത്തെ ഒരു ഷോർട്ട് വീഡിയോയിൽ ഞാൻ മീനച്ചാർ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഇട്ടിരുന്നു. അത് ഞാനല്ല ഉണ്ടാക്കുന്നത്, അമ്മയാണ് ഉണ്ടാക്കുന്നത്. അമ്മയുടെ റെസിപ്പിയാണിത്. ഞങ്ങൾ ഷിഫ്റ്റായെന്ന് പറഞ്ഞിരുന്നില്ലേ, അപ്പം ഞങ്ങൾ ഇപ്പോൾ ഷിഫ്റ്റായത് ചെന്നൈയിലേക്കാണ്. അപ്പം അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനമൊക്കെ ഉണ്ടാക്കുമായിരുന്നു. അപ്പോൾ അതിൽ മീനച്ചാറിൻ്റെ ഒരു റെസിപ്പിയാണ് ഇപ്പം ഞാൻ പറയാൻ പോകുന്നത്. അപ്പം ഞാൻ കേരമീനാണ് എടുത്തേക്കുന്നത്. 1 കിലോ ഇല്ല, 3/4 കിലോ കാണും. അതൊന്ന് വെട്ടി ക്ലീനാക്കി കുഞ്ഞു പീസാക്കി നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇവയെല്ലാം ചേർത്ത് കുരുമുളക് കൂടെ ഇട്ട് ആഡ് ചെയ്ത് നല്ലപോലെ കുറച്ച് നേരം പിടിക്കാൻ വേണ്ടിയിട്ട് വെച്ചേക്കണം. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, കുരുമുളക് ഇത്രയുമാണ് നമ്മൾ അരിഞ്ഞ് വെച്ചിരുന്നത്. ഈ പൊടികളെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് പുരട്ടി കുറച്ച് നേരം അതിൽ മസാലയെല്ലാം പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതെല്ലാം എടുത്ത് വെക്കുന്നത്. അപ്പോൾ അമ്മയാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ അമ്മ ഇതെല്ലാം ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആവശ്യത്തിന് ഉപ്പും ചേർക്കണം. ഞാനൊരു അളവൊന്നും പറയുന്നില്ല. ഇതിപ്പോൾ അമ്മ എടുത്തേക്കുന്നത് 3.5 സ്പൂണ് മുളക് പൊടിയും അതിന് വേണ്ട മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് നമ്മൾ ചതച്ചിട്ടേക്കുകയാണ്. അപ്പോൾ അത്രയും ഉപ്പൂടെ ചേർത്തിട്ട് നമ്മളൊന്ന് ആഡ് ചെയ്ത് വെച്ചേക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എത്രയാണോ ക്വാണ്ടിറ്റി എടുക്കുന്നത് അതിനനുസരിച്ച് മസാലപ്പൊടികളൊക്കെ ചേർത്താൽ മതി. കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് കുറച്ച് നേരം ഒന്ന് കുതിരാൻ വെച്ചിരുന്നു. കുതിരാനല്ല, മസാലയൊക്കെ പിടിക്കാനായിട്ട് വെച്ചിരുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി ഇതെല്ലാം പുരട്ടി മാറ്റി വെച്ചതിന് ശേഷം കുറച്ച് ഇതൊന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഉരുളി എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് എണ്ണയൊക്കെ ആഡ് ചെയ്തു. ഇതിന് അമ്മ വെളിച്ചെണ്ണയാണ് എടുത്തേക്കുന്നത് മീൻ വറക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ആട്ടിയ വെളിച്ചെണ്ണ തന്നെ ഡയറക്റ്റ് നമ്മുടെ വീട്ടിലുണ്ടാകുന്ന തേങ്ങയാണ്. ആ തേങ്ങ ആട്ടി അതിന് ആ വെളിച്ചെണ്ണയാണ് മീൻ വറക്കാനായിട്ട് നമ്മൾ എടുത്തേക്കുന്നത്. എണ്ണ ഒഴിച്ചതിന് ശേഷം നല്ല കടുക് കുറച്ചിടുക. കുറച്ച് അതൊന്ന് നല്ല പൊട്ടിത്തെറിച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് മീനെല്ലാം ഒന്ന് ആഡ് ചെയ്ത് കൊടുത്ത് നല്ലപോലെ എണ്ണയ്ക്കകത്ത് കിടന്നൊന്ന് വെന്ത് വരണം. മീനൊക്കെ ഇട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു അരമണിക്കൂർ അത് മസാലയൊക്കെ പിടിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അത്രയൊക്കെ വെച്ചുള്ളൂ. അതിൽ കൂടുതൽ ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ടൈം നിങ്ങൾ വയ്ക്കുക. നമ്മൾ അത്രയും സമയം വെച്ചിട്ടുള്ളായിരുന്നു. അപ്പം മീൻ ഒക്കെ അതിനകത്തോട്ട് ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. നമുക്ക് മീനച്ചാർക്കൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇതുപോലെ പെട്ടെന്ന് എല്ലാം ചെയ്യാൻ പറ്റും. നമുക്ക് വലിയ റെസിപ്പിയൊന്നുമല്ല, വിനെഗറൊന്നും ചേർത്തിട്ടില്ല. എന്നാലും നല്ല ടേസ്റ്റായിട്ട് കുറേ ദിവസം ഇരുന്നോളും. ഇപ്പം അത് 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേനാണ് അതിൻ്റെ ടേസ്റ്റ് നല്ലപോലെ അറിഞ്ഞത്. ഞാനിപ്പോൾ ചെന്നൈയിലാണുള്ളത്. അപ്പോൾ ചെന്നൈ വന്നിട്ട് ഇപ്പോൾ 2 ദിവസമല്ല, അന്ന് മുതലേ കഴിപ്പ് തുടങ്ങി. നമ്മൾ വരുമ്പം തന്നെ എല്ലാം ഒന്നും നമുക്ക് റെഡിയാക്കാൻ സമയം കിട്ടത്തില്ലല്ലോ. അപ്പം ഇത് അതുകൊണ്ടാണ് മെയിൻ ഇട്ടത്. പിന്നെ അമ്മയുടെ മീനച്ചാർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അമ്മ അതിനകത്ത് അധികം ഒന്നും ആഡ് ചെയ്യത്തില്ല, വിനെഗറൊന്നും ആഡ് ചെയ്യത്തില്ല. നോർമലായിട്ട് ഒരു മീനച്ചാറാണ് ഇടുന്നത്. എന്നാലും നല്ല ടേസ്റ്റാണ്. ഇപ്പം അതൊന്നും മൂത്ത് വരുന്നുണ്ട്. ഇപ്പോൾ 2ാമത്തെ ട്രിപ്പും ഇട്ട് കൊടുത്തായിരുന്നു. കുറച്ച് മീനുള്ളായിരുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ പണിയൊക്കെ കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ ആ മീൻ വറുത്ത എണ്ണയിലോട്ട് തന്നെയാണ് ഇഞ്ചിയും വെളുത്തുള്ളി ചെറിയ ഉള്ളിയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അത് നല്ലപോലെ ഒന്ന് വഴണ്ട് വരുമ്പം നമ്മൾ ഈ വറുത്ത് വെച്ചിരുന്ന മീനെല്ലാം കൂടെ അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. കുറച്ച് നേരം ഒന്ന് മൂപ്പിച്ചാൽ മാത്രം മതി. ഇതിന് വേണ്ട ആവശ്യത്തിനുള്ള ഉപ്പൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ വഴറ്റിയെടുക്കണം. കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. കറിവേപ്പിലയും വീട്ടിലുള്ളത് തന്നെയാണ്, വീട്ടിലുണ്ടാക്കിയതെന്നാണ് എനിക്ക് പറയാൻ വന്നത്. ഓക്കെ, വീട്ടിലുള്ളത് തന്നെയാണ്. കുറേ കറിവേപ്പിൻ്റെ മരമുണ്ട്. വീട്ടിലായതുകൊണ്ട്, നമുക്ക് നാട്ടിലായതുകൊണ്ട് എല്ലാം നമുക്ക് വെച്ച് പിടിപ്പിച്ച് നല്ല അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുമല്ലോ. സ്ഥലവും ഇടമൊക്കെ ഉണ്ടായിട്ട് വെളിയിലൊക്കെ പോകുമ്പോഴല്ലേ ബുദ്ധിമുട്ടുള്ളൂ. ഓക്കെ, അപ്പം നമ്മൾ ഈ വറുത്ത് വെച്ചിരുന്ന മീനെല്ലാം കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നല്ലപോലെ ഒന്ന് പുരട്ടിയെടുക്കാം. എല്ലാം അമ്മ തന്നെയാണ് ചെയ്യുന്നത്. അമ്മയ്ക്ക്
തന്നെ ചെയ്യണമെന്നൊക്കെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടം. എന്നെ അടുപ്പിക്കത്തൊന്നുമില്ല. പിന്നെ അരിഞ്ഞു കൊടുക്കാനൊക്കെ അമ്മയ്ക്ക് ഞാൻ ഹെൽപ്പ് ചെയ്യും. അമ്മ ഉണ്ടാക്കുന്നതൊക്കെ അമ്മയ്ക്കാണ് ഇഷ്ടം. പിന്നെ ഞാൻ അമ്മയുടെ അടുത്ത് ഇപ്പം നാട്ടിലുണ്ടെന്ന് കുറച്ച് നാളുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇവിടെ അമ്മയുടെ അടുത്തല്ലായിരുന്നു, ഹസ്ബൻഡിൻ്റെ വീട്ടിലായിരുന്നു. അപ്പോൾ ഇപ്പം ഞങ്ങൾ പോകാറായപ്പോൾ ഞാൻ കുറച്ച് ദിവസം നിൽക്കാൻ